ഹലോ, ഇന്ന് നമുക്ക് മുട്ട വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി നോക്കാം. ഇതിന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാം. ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിന് വേണ്ടൂ കേട്ടോ. ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെയും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയൊക്കെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. കാരണം നല്ലപോലെ മസാല ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. എല്ലാ മുട്ടയും ഇതുപോലെ നമുക്ക് വരഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് മുളക് പൊടി തന്നെ ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയൊക്കെ മാരിനേറ്റ് ചെയ്യാം. മസാല നല്ലപോലെ കോട്ട് ചെയ്യണം കേട്ടോ. എല്ലാ എഗ്ഗും നല്ലപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഒരു 5-10 മിനിറ്റ് വെച്ച് നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തത്. ഏത് ഓയിലെടുക്കാം, പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് കോക്കനട്ട് ഓയിലാണ്. എല്ലാ എഗ്ഗും ഓയിലിലോട്ടിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതൊരു ലിഡ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്, കാരണം എഗ്ഗ് പൊട്ടിത്തെറിക്കും. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പിന്നെ കുക്കാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. അധികം വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഇപ്പോൾ എല്ലാ സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല എഗ്ഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.